ഈ കുട്ടി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന റാക്കിൽ നിന്ന് ഐസ്ക്രീം തട്ടിക്കളയുന്നു. അതുകൊണ്ട് തന്നെ ഐസ്ക്രീം എല്ലാം തറയിൽ വീണ് വേസ്റ്റ് ആവുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് വന്ന് അവനെ പിടിക്കുന്നു. പക്ഷെ അവിടെയുള്ള ആർക്കും അവൻ നല്ല കാര്യമാണ് ചെയ്യുന്നതെന്ന് അറിയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവൻ രാത്രി എണീറ്റ് ഐസ്ക്രീം കഴിക്കാനായി ഫ്രിഡ്ജ് തുറക്കുന്നു. നോക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഐസ്ക്രീം തനിയെ മൂവായി ടിന്നിനകത്തേക്ക് പോകുന്നു. അതേസമയം അവന്റെ അച്ഛൻ അവിടേക്ക് വന്ന് പാതിരാത്രി ഐസ്ക്രീം കഴിക്കുന്നു എന്ന് ചോദിച്ച് അവനെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു. അവൻ പോയി കഴിഞ്ഞതും അച്ഛൻ ആ ഐസ്ക്രീം എടുത്ത് കഴിക്കാൻ തുടങ്ങുന്നു. അടുത്ത ദിവസം അവന്റെ ചേട്ടൻ ഐസ്ക്രീം കഴിക്കാനായി ഫ്രിഡ്ജ് തുറക്കുന്നു. ഇവൻ ഐസ്ക്രീം കഴിക്കല്ലേ എന്ന് പറഞ്ഞ് ചേട്ടനെ തടയുന്നു. പക്ഷെ വിചാരിച്ചതുപോലെ തന്നെ അവർ ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കാതെ ആ ഐസ്ക്രീം എടുത്ത് കഴിക്കുന്നു. അതിനുശേഷം വളരെയധികം സ്ട്രേഞ്ച് ആയി എല്ലാവരും അതിന് അടിമയായി വീട് മുഴുവനും ഐസ്ക്രീം നിറച്ചു വെച്ചിരിക്കുന്നു. പക്ഷെ ഇവൻ മാത്രം ആ ഐസ്ക്രീം കഴിക്കുന്നേയില്ല. ദിവസങ്ങൾ പോകുന്തോറും അവർ ഐസ്ക്രീമിന് അടിമയായി 3 നേരം അത് തന്നെ കഴിക്കുന്നു. അതിനുശേഷമാണ് അത് കഴിക്കുന്നവരെല്ലാം അതിന് അടിമയായി സ്ട്രേഞ്ച് ആയ രീതിയിൽ മരിക്കുമെന്ന് മനസ്സിലാവുന്നത്. ആക്ച്വലി ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ അത് ഐസ്ക്രീം അല്ല, ഭൂമിയുടെ അടിയിൽ നിന്ന് വന്ന ഒരുതരം ഏലിയൻ സബ്സ്റ്റൻസ് ആണ്. അതറിഞ്ഞിട്ടും ഒരു കമ്പനി അത് ജനങ്ങൾക്ക് കൊടുത്ത് എല്ലാവരെയും അതിന് അടിമയാക്കുന്നു.